Python program implementing the Newton-Raphson method for finding the solution of algebraic equations. അപ്പോൾ ഈ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തത് തന്നെയാണ്. ഇപ്പോൾ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്നുള്ളതിൽ നമുക്ക് there will be a given function f of x and we have to find the root of that function. അപ്പോൾ അതിൻ്റെ മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് we will start from an initial guess, അതിനെ x0 എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ആ x0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ടാൻജൻറ്റ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഓരോരോ അപ്രോക്സിമേഷൻ ഹയർ ആയിട്ടുള്ള അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ പറയുമ്പോൾ ഒന്നുകൂടി ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒരു ഇറ്ററേറ്റീവ് മെത്തേഡായിട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇപ്പോൾ x0 എന്നുള്ള ഇനീഷ്യൽ ഗസ്സിൽ നിന്ന് കിട്ടുന്ന ഫസ്റ്റ് അപ്രോക്സിമേഷൻ x1 is equal to x0 minus f of x0 divided by f dash of x0. f of x0 എന്നുള്ളത് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x0, f dash of x0 എന്നുള്ളത് ഡിഫറൻഷ്യൽ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x0. പിന്നെ ആ x1 എന്നുള്ളത് ഉപയോഗിച്ചിട്ട് നമ്മൾ അടുത്ത അപ്രോക്സിമേഷൻ കാണും, ദാറ്റ് ഈസ് x2. ഇറ്റ് വിൽ ബി ഈക്വൽ ടു x1 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് x1. അപ്പോൾ ഇങ്ങനെ ഓരോ അപ്രോക്സിമേഷനിൽ നിന്നും തൊട്ടടുത്ത നെക്സ്റ്റ് അപ്രോക്സിമേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ജനറൽ ഫോർമുല എന്നുള്ളത് ഇത് n+1 ദാറ്റ് ഈസ് xn+1 is equal to xn minus f of xn divided by f dash of xn. So this is called the Newton-Raphson formula. അപ്പോൾ ഈ ഫോർമുല നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നിന്ന് ഒരു x0 അസ്യൂം ചെയ്താൽ പിന്നെ the required number of xn's can be found by using this formula. നമുക്ക് ഈ ഇറ്ററേഷൻ എവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ആക്യുറസി എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രോഗ്രാമിൽ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വളരെ ഡയറക്റ്റാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് എന്നുള്ളതും അതിൻ്റെ പ്രോഗ്രാമും. നിങ്ങൾ ചെയ്യുന്ന മാനുവലായിട്ടുള്ള കാൽക്കുലേഷൻ സ്റ്റെപ്പ് അതുപോലെ നേരിട്ട് പ്രോഗ്രാമാക്കി മാറ്റം ചെയ്യുന്നത് ഇവിടെ. സോ നമുക്ക് ഒരു കാൽക്കുലേഷൻ നോക്കാം. ലാസ്റ്റ് ക്ലാസ് ചെയ്ത കാൽക്കുലേഷൻ തന്നെയാണ്. ജസ്റ്റ് ഇത് നമ്മൾ നേരിട്ട് പ്രോഗ്രാമാക്കി മാറ്റാൻ പോവാണ്. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സാമ്പിൾ 1 തന്നെയാണ് ഇത്. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ x³ minus 10x² minus 25x plus 250 is equal to 0. Using Newton-Raphson method with the initial guess x is equal to minus 2.2. അപ്പോൾ ഇവിടെ it is given that f of x is equal to x³ minus 10x² minus 25x plus 250. Newton-Raphson ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ f of x മാത്രം പോരാ, f dash x കൂടെ വേണം. And f dash x is equal to ഈ f of x ന്റെ ഡിഫറൻഷ്യൽ, that is 3x² minus 20x minus 25. Newton-Raphson ഫോർമുല എന്നുള്ളത് xn+1 is equal to xn minus f of xn divided by f dash of xn. That is xn+1 is equal to xn minus f of xn എന്നുള്ളത് f of xൽ xന് പകരം xn കൊടുക്കാം, xn³ minus 10 xn² minus 25 xn plus 250 divided by f dash of x 3xn² minus 20 xn minus 25. So എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഫസ്റ്റ് നമ്മുടെ ഗസ് കൊടുക്കണം, ഇനീഷ്യൽ ഗസ്, ദാറ്റ് ഈസ് x0 ഈക്വൽ ടു മൈനസ് 2.2 എന്നുള്ളത്. അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ x1 is equal to minus 2.2. ഇവിടെ ഈ xn എന്നുള്ളതെല്ലാം x0 ആയിട്ട് minus 2.2 കൊടുക്കാം. അപ്പോൾ നമുക്ക് x1 കിട്ടും. x1 is equal to we get minus 9.537. പിന്നെ x2 എന്ന് പറയുമ്പോൾ ഈ x1ൻ്റെ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് മൈനസ് 6.599 കിട്ടും. x3 മൈനസ് 5.304, x4 മൈനസ് 5.0143, ഫിഫ്ത്ത് x5 മൈനസ് 5.00003. ഓക്കെ, ഇത് ലാസ്റ്റ് ക്ലാസ് ചെയ്തത് തന്നെയാണ്. It is approaching minus 5. We can stop at the required step. After 5 approximation, we can write the result as root is 5 എന്ന് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഇപ്പോൾ this is the manual calculation. ഇനി ഇതിനെ നമ്മൾ പ്രോഗ്രാമാക്കി കൺവേർട്ട് ചെയ്യാണ്. സോ ആ കൺവേർഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഈസി, ഡയറക്റ്റ് തന്നെയാണ്, ഡയറക്റ്റ് കൺവേർഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം വരുന്നത് ആദ്യം നമുക്ക് എന്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിന് ഈ കാൽക്കുലേഷൻ സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, x1 കാണുന്ന സമയത്ത് വി ആർ കാൽക്കുലേറ്റിംഗ് this step, that is xn minus f of xn divided by f dash of xn. അപ്പോൾ f of xn എന്നുള്ളൊരു ഫംഗ്ഷൻ നമുക്ക് പലതവണ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ f dash xn എന്നുള്ള ഫംഗ്ഷൻ, f dash xn എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ
അപ്പോൾ നമുക്ക് ആദ്യം പ്രോഗ്രാമിൽ ചെയ്യേണ്ടത് രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടത്. ഒന്ന് ദ ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, രണ്ടാമത്തേതായിട്ടുള്ളത് ദ ഡിഫറൻഷ്യൽ ഓഫ് ദാറ്റ് എഫ് ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഫംഗ്ഷൻ കാൾ ചെയ്യാം. സോ അവർ പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതാണ് ഇവിടെ ആദ്യം വരുന്നത്. പ്രോഗ്രാമിലെ ഡിഫ് എഫ് ഓഫ് എക്സ് നമ്മുടെ ഗിവൺ ഫംഗ്ഷനാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഡിഫ് എഫ് ഓഫ് എക്സ് എന്താ നമുക്കറിയാം ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ് എന്നുള്ളത് ഡിഫ് എന്നുള്ളതാണ് കീവേഡ്. ദെൻ എഫ് എന്നുള്ളത് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് എന്തും കൊടുക്കാനായിരിക്കും എസ് ഓഫ് എക്സ് എന്നോ എഫ് ഓഫ് എക്സ് എന്നോ അല്ലെങ്കിൽ ജി ഓഫ് എക്സ് എന്നോ എനിത്തിങ് ക്യാൻ ബി ഗിവൺ. സോ ഐ ആം ഗിവിംഗ് ഹിയർ ആസ് എഫ്. സോ ഡിഫ് എഫ് ഓഫ് എക്സ് ദെൻ കോളൻ ഫുൾ കോളൻ ആണ് വേണ്ടത്. ദെൻ ബോഡി ഓഫ് ദാറ്റ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത് കാണിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ എവിടെ ഉപയോഗിച്ചാലും ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ എന്താ എഫ് ഓഫ് എക്സ്, ഇറ്റ് ഈസ് എക്സ് ക്യൂബ് മൈനസ് 10x² മൈനസ് 25x പ്ലസ് 250. ഇപ്പോൾ പൈത്തൻ്റെ ലാംഗ്വേജിലേക്ക് എത്തുമ്പോൾ എക്സ് ക്യൂബ് എന്നുള്ളത് എക്സ് സ്റ്റാർ സ്റ്റാർ എന്നാവും. അതാണ് റേസ് ടു പവർ എടുക്കാനുള്ള പൈത്തൻ്റെ എക്സ്പൊനൻഷിയേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്നുള്ളത് 2 സ്റ്റാറാണ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് 1 സ്റ്റാറാണ്. സോ 10 സ്റ്റാർ എക്സ് സ്ക്വയർ എന്നുള്ളത് ഡബിൾ സ്റ്റാർ 2 മൈനസ് 25 ഇൻറ്റു എക്സ് എന്നുള്ളത് മൈനസ് 25 സ്റ്റാർ എക്സ്. വെറുതെ 25 സ്പേസ് എക്സ് ഇടരുത്, അപ്പോൾ പൈത്തന്നെ എറർ കാണിക്കും. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് അല്ല കൊടുക്കേണ്ടത്, ഇറ്റ് ഷുഡ് ബി സ്റ്റാർ ആണ് പൈത്തൺ കൊടുക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫംഗ്ഷൻ ഡെഫിനേഷൻ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡിഫറൻഷ്യൽ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ F1 ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. F1 ഓഫ് എക്സ് എന്നോ എഫ് ഡാഷ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഒരു ഡാഷ് ഇട്ടാൽ അത് പൈത്തൻ്റെ സ്ട്രിങ്ങിനെ കാണിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ ഡാഷ് വെച്ചിട്ട്. അല്ലെങ്കിൽ ഡാഷ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കോമ ഇൻവെർട്ടഡ് കോമ ആയിട്ട് വരുന്ന അത്. അപ്പോൾ അവിടെ ഡാഷ് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ എഫ് ഡാഷ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് DASH എന്ന ഇത് അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ യു ക്യാൻ ഹാവ് സം F1 ഓർ G ഓഫ് എക്സ് എന്ന് കൊടുക്കാം, എന്നും കൊടുക്കാം. അത് തന്നെ നിങ്ങൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. സോ F1 ഓഫ് എക്സ്, ഡിഫ് F1 ഓഫ് എക്സ്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ ഉള്ളത് റിട്ടേൺ എന്താ ഡെറിവേറ്റീവ്, എക്സ് ക്യൂബ് ആണെങ്കിൽ 3x². സോ 3 സ്റ്റാർ എക്സ് ഡബിൾ സ്റ്റാർ 2 മൈനസ് 10x² എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് 20x മൈനസ് 20 സ്റ്റാർ എക്സ് മൈനസ് 25 ഇൻറ്റു എക്സ് എന്നുള്ളതിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് 25. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് നോക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ അപ്പോൾ നമ്മുടെ മാനുവലായിട്ടുള്ള പ്രൊസീജിയറിൽ ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഡിഫൈൻ ചെയ്യണം. എഫ് ഓഫ് എക്സ് എന്നത് വളരെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നിങ്ങൾ മാനുവൽ സ്റ്റെപ്പിൽ ചെയ്യുന്നത് x0 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ഗസ് നിങ്ങൾ കൊടുക്കണം. x0 അത് നിങ്ങൾക്ക് എവിടെയും സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ ചില കേസിൽ ഇത് പ്രോബ്ലത്തിൽ ഉണ്ടായിരിക്കും എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ചിലപ്പോൾ അത് പ്രോബ്ലത്തിൽ തരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ട്രയൽ ആൻഡ് എററിൽ സ്റ്റാർട്ട് ചെയ്യാം. റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു വാല്യൂ എടുക്കാം. അപ്പോൾ x0 എന്താണെന്നുള്ളത് പ്രോഗ്രാമർ കമ്പ്യൂട്ടറിനോട് പറയണം. അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറോട് ചോദിക്കണം എന്ത്, എൻ്റർ an ഇൻപുട്ട് ദാറ്റ് ഈസ് എൻ്റർ an ഇനീഷ്യൽ ഗസ് എന്ന രീതിയിൽ ചോദിക്കണം. അപ്പോൾ അതിനാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് വരുന്നത് പ്രോഗ്രാമിൽ എക്സ് ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഗസ് ആണ് എടുക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ an ഇനീഷ്യൽ ഗസ് എന്നാണ്. അപ്പോൾ ഇൻപുട്ട് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പ്രോഗ്രാമറിൽ നിന്നും അങ്ങോട്ട് റീഡ് ചെയ്യാനാണ്. പ്രോഗ്രാമർ എൻ്റർ ചെയ്യുന്നൊരു വാല്യൂ അങ്ങോട്ട് റീഡ് ചെയ്യാനാണ് ഇൻപുട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് റീഡ് ചെയ്യുന്നത് ഇൻപുട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ വന്നാൽ പൈത്തൺ എന്നുള്ളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് പൈത്തൺ എന്നുള്ളത് ഇറ്റ് എക്സ്പെക്ട്സ് സംതിങ് ടു ബി ഇൻപുട്ട് ഫ്രം ദ പ്രോഗ്രാമർ. ആരാണോ പ്രോഗ്രാം ചെയ്യുന്നത് പ്രോഗ്രാമർ എന്ത് ചെയ്യണം, യൂസർ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കീബോർഡ് വെച്ചിട്ട് അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ പൈത്തൺ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അത് ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാണ്. ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് എ സ്ട്രിങ്. അത് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റർ an ഇനീഷ്യൽ ഗസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇൻപുട്ടിൻ്റെ എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എൻ്റർ an ഇനീഷ്യൽ ഗസ് എന്നുള്ള ഈ ഒരു സ്ട്രിങ്. അപ്പോൾ ആ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യും പൈത്തൺ. ഡിസ്പ്ലേ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് -2.2 എന്ന് എൻ്റർ ചെയ്താൽ -2.2 എന്നുള്ളത് റീഡ് ചെയ്യും. അപ്പോൾ -2.2 റീഡ് ചെയ്യുന്നത് നമ്പർ ആയിട്ടല്ല റീഡ് ചെയ്യുക, ഇറ്റ് വിൽ ബി റെഡ് ആസ് എ സ്ട്രിങ്. പൈത്തൺ ഒരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുക. ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷൻ അത് ഇൻബിൽറ്റ് ആയിട്ട് സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുള്ളൂ. അതുപോലെ നമുക്ക് വേണ്ടത് സ്ട്രിങ് അല്ല, 2.2 എന്നുള്ള നമ്പർ ആവണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു
ടൈപ്പ് കൺവേർഷൻ ഫംഗ്ഷനാണ് ഫ്ലോട്ട് എന്നുള്ളത്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ആ ഫ്ലോട്ടിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് എന്താണോ വരുന്നത് അതിനെ ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. 2.2 എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ നമുക്ക് എന്താ ചെയ്യാം, ഫ്ലോട്ടാക്കി മാറ്റാം. നേരെ സമയം നിങ്ങൾ ഫിസിക്സ് എന്ന് എൻ്റർ ചെയ്താലോ, ഫിസിക്സ് എന്നുള്ളതിനെ ഫ്ലോട്ടാക്കി മാറ്റാൻ പറ്റില്ല, അവിടെ എറർ വരും. അപ്പോൾ എറർ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂമറിക് ക്യാരക്ടർ ആയിരിക്കണം ഇവിടെ കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി എ ന്യൂമറിക് ക്യാരക്ടർ ബിക്കോസ് എൻ്റർ ആൻഡ് ഇനീഷ്യൽ കേസ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറിക് ക്യാരക്ടറാണത്. അപ്പോൾ 2.2 എന്നുള്ള -2.2 എൻ്റർ ചെയ്താൽ അത് ഇൻപുട്ട് എന്നുള്ള ഫംഗ്ഷനിലേക്ക് അത് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ പിന്നെ ഫ്ലോട്ട് എന്ന ഫംഗ്ഷനിലേക്ക് എത്തുമ്പോൾ അതിനെ ഫ്ലോട്ടായിട്ട് വരും. എന്നിട്ട് ആ ഫ്ലോട്ടായിട്ട് എക്സിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ എക്സിൽ ഇപ്പോൾ -2.2 എന്നുള്ളത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്ലോട്ട് ആയിരിക്കും. ഇനി ഞാനൊരു ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം നമുക്ക് നമ്മുടെ മാനുവലായിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇനീഷ്യൽ ഗസ് -2.2 എടുത്താൽ അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് അപ്രോക്സിമേറ്റഡ് വാല്യൂ ബെറ്റർ റിസൾട്ട് x1 is equal to x0 minus f of x0 divided by f dash of x0. അപ്പോൾ x0 എന്ന് പറയുമ്പോൾ ആദ്യമുള്ള വാല്യൂ ആണ്. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് -f of x0 divided by f dash of x0 എന്താണ്. നീ കാണാം x0 എന്നുള്ളത് ആൾറെഡി ഉള്ള വാല്യൂ, അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത് you are adding f of x0 minus of f of x0 divided by f dash of x0. ഈ -f of x0 divided by f dash of x0 എന്നുള്ള ഈ വാല്യൂ വളരെ ചെറുതാണെങ്കിൽ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വാല്യൂ വളരെ വലുതാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം ഇത് പലതവണ സ്റ്റെപ്പ് നടക്കുന്നുണ്ടാവും. ഒരു അവസാനത്തെ സ്റ്റെപ്പിലേക്ക് ഒരു 4-5 തവണ ഇറ്ററേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റിസൾട്ട് f of x0 by divided by f dash of x0 എന്നുള്ള ആൾമോസ്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു വാല്യൂ, ഏത് വാല്യൂ, ദിസ് വാല്യൂ, that is minus of f of x0 divided by f dash of x0 എന്നുള്ളതാണ് അതിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ദാറ്റ് ഈസ് കാൾഡ് h എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. x1 is equal to x0 plus h, where h is equal to minus of f of x0 divided by f dash of x0. അപ്പോൾ ആ h ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലൂപ്പ് കാണുന്നത് while absolute value of h is greater than 0.0001, എച്ചിൻ്റെ വാല്യൂ 0.0001 കൂടുതലാണെങ്കിൽ അത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യും എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ വൈൽ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ അത് എച്ചിൻ്റെ കണ്ടീഷൻ, എച്ചിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യം എച്ചിനൊരു വാല്യൂ കൊടുത്തിരിക്കണം, അതല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ എവിടെയും എച്ച് വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ h is equal to 1 എന്ന് കൊടുക്കുന്നത്. h is equal to 1 എന്നോ 2 എന്നോ 3 എന്നോ 4 എന്നോ എന്തും കൊടുക്കാൻ നിങ്ങൾക്ക് h is equal to ഒരു വാല്യൂ കൊടുത്തിരിക്കണം. ബിക്കോസ് ഇതില്ലെങ്കിൽ, ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത വൈൽ ലൂപ്പിലേക്ക് എത്തുമ്പോൾ പൈത്തണിൽ എറർ വരും. ബിക്കോസ് h is not defined. അത് പറയുന്നതാവാ h ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയും. എച്ചിൻ്റെ വാല്യൂ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ ഇങ്ങനെ കൊടുക്കുന്നത് ഒരു വലിയ വാല്യൂ കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ഈ ലൂപ്പിലേക്കൊന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ h എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് h ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇനീഷ്യലി ഞാൻ എച്ചിനൊരു വാല്യൂ കൊടുക്കുകയാണ് 1 എന്ന്. 0.5 കൊടുക്കാം, 0.25 കൊടുക്കാം. നിങ്ങളെ ഇതിനുള്ളിലുള്ള എച്ചിൻ്റെ വാല്യൂ എന്താണോ അതിനേക്കാളും വലിയ ഏത് വാല്യൂ കൊടുക്കാം. ഉള്ളിലെന്ന് പറയുമ്പോൾ വൈൽ ലൂപ്പിൽ കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ ഏത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, അതിനേക്കാളും വലിയ ഏത് വാല്യൂ. അപ്പോൾ ഞാൻ കൊടുത്തത് h is equal to 1 കൊടുത്തു. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് വൈൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് h is greater than 0.0001, എച്ചിൻ്റെ വാല്യൂ 0.001 കൂടുതലാണെങ്കിൽ, എന്തായാലും അത് കൂടുതലാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം, എച്ചിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പുതിയ വാല്യൂ h is equal to the new value of h is equal to minus of f of x divided by f1 of x. f of x എന്നുള്ളത് ഇവിടെ എന്താണുള്ളത്, ഇവിടുത്തെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം h എന്നുള്ളത് ഇറ്റ് ഈസ് f of x divided by f dash of x ആണ്. h കാണാം, എച്ചിൻ്റെ സ്ഥാനത്തുള്ളതാണ് -f of x divided by f dash of x. അപ്പോൾ ഇവിടെയും അത് ഡിഫൈൻ ചെയ്യാൻ പോണേ. അതൊന്ന് എക്സ് ഇപ്പോൾ എന്തായിരിക്കും, എക്സ് എന്നുള്ളത് ഇതിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എക്സ് അതിൻ്റെ ഇനീഷ്യൽ വാല്യൂലാണ് വരുന്നുണ്ടാവുക, x0 ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഈ ലൂപ്പിലേക്ക് വരുമ്പോൾ it will calculate h is equal to -f of x0 divided by f dash of x0 ഈക്വലൻ്റ് ആണത്. സോ -f of x divided by f1 of x. f of x എന്നുള്ളത് ആൾറെഡി നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, f1 of x ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടി. എന്നിട്ട് അപ്പോൾ ഇനി പുതിയ എക്സിൻ്റെ വാല്യൂ ആണ് x1 is equal to x0
പ്ലസ് എച്ച്, ദാറ്റ് ഈസ് x1 is equal to x0 minus f of x0 by f1 of x, f dash of x0. f of x0 by f dash of x0 ഇവിടെ കണ്ടു കഴിഞ്ഞു, അതാണ് എച്ച് എന്നുള്ളത്. സോ ന്യൂ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരിക്കലും x0, x1, x2 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ മീനിങ് ആൾറെഡി ഉള്ള എക്സിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ എച്ച് ആഡ് ചെയ്യും. ആ വാല്യൂ ആണ് പുതിയ എക്സിൻ്റെ പുതിയ വാല്യൂ. സോ ദ ന്യൂ വാല്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് എച്ച്. എന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രിൻ്റ് എക്സ്, ആ കിട്ടുന്ന റിസൾട്ട് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ രണ്ടാമത്തെ അപ്രോക്സിമേഷൻ ആണിത്. ഒന്നാമത്തെ അപ്രോക്സിമേഷൻ x0, രണ്ടാമത്തെ അപ്രോക്സിമേഷൻ x1 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. എന്നിട്ടത് പ്രിൻ്റ് ചെയ്തിട്ട് ഈ തിരിച്ച് ലൂപ്പിലേക്ക് തന്നെ പാസ് ചെയ്യാണ്. ഇപ്പോൾ വൈൽ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എച്ച്. ഇപ്പോൾ എച്ചിന് പുതിയൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട് ഇവിടെ, എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് f1 ഓഫ് എക്സ് എന്നുള്ളത്. ആ പുതിയ വാല്യൂ ഓഫ് എച്ച് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.0001 ആണെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, എച്ച് പുതിയ ഒരു എച്ച് കൂടെ കണ്ടെത്താൻ പോകും. എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ f1 ഓഫ് എക്സ്. നൗ ഇപ്പോഴത്തെ എക്സ് എന്നുള്ളത് എന്തായിരിക്കും, ഇപ്പോഴത്തെ എക്സ് എന്നുള്ളത് x0 പ്ലസ് എച്ച് ആയിരിക്കും. സോറി x0, അത് x0 പ്ലസ് എച്ച്, ആൾറെഡി ഉള്ള x0ൻ്റെ കൂടെ എച്ച് ആഡ് ചെയ്ത്, അതായത് x1 ആയിരിക്കും. അപ്പോൾ ആ x1 എന്നുള്ള പൊസിഷനിൽ എച്ച് കാണാണ്. എന്നിട്ട് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് കാണും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് എക്സ് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇവിടേക്ക് പോകും. രണ്ടാമത്തെ അപ്രോക്സിമേഷൻ പ്രിൻ്റ് ചെയ്തിട്ട് വീണ്ടും ഇവിടേക്ക് പോകും. അങ്ങനെ എച്ചിൻ്റെ വാല്യൂ എപ്പോഴാണോ 0.0001 താഴോട്ട് വരുന്നത്, ആ സമയത്ത് നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ഇത് ഇവിടേക്ക് വരും അടുത്ത സ്റ്റെപ്പിലേക്ക്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ലൂപ്പ്. ലൂപ്പിൻ്റെ പുറത്ത് ഒരു പ്രിൻ്റ് ആണുള്ളത്. സോ അപ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പ്രിൻ്റ് എക്സ് എന്നുള്ളത് ഇറ്റ് വിൽ പ്രിൻ്റ് മെനി ടൈംസ്, പലതവണ ഇത് പ്രിൻ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ലാസ്റ്റ് വരുന്നത് പ്രിൻ്റ് ദ അപ്രോക്സിമേറ്റ് റൂട്ട് ഈസ് ഈക്വൽ ടു എക്സ് എന്നുള്ളത് അത് ഒരു തവണ മാത്രമേ പ്രിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ വരുന്നുണ്ടാവുക അപ്രോക്സിമേറ്റ് റൂട്ട് ഈസ് ഈക്വൽ ടു എക്സ് എന്താണോ ലാസ്റ്റ് വന്ന ഇറ്ററേറ്റഡ് വാല്യൂ എന്താണോ അതവിടെ പ്രിൻ്റ് ചെയ്യും. സോ ദിസ് ഇസ് ദി പൈത്തൺ പ്രോഗ്രാം. വളരെ സിമ്പിളാണ് ഈ പൈത്തൺ പ്രോഗ്രാം എന്നുള്ളത്. വളരെ ഡയറക്റ്റാണ്. നമ്മൾ ബൈസെക്ഷൻ മെത്തേഡ് പോലെ ഈഫ് കണ്ടീഷൻ അങ്ങനെ ഒരുപാട് കണ്ടീഷൻ ഒന്നുമില്ല. അപ്പോൾ അത് പറഞ്ഞത് ഒരു അഡ്വാൻറ്റേജ് ആണത്. ബൈസെക്ഷൻ മെത്തേഡ് എന്നുള്ളത് വളരെ സ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അതേസമയം ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് കൺവേർജൻസ് വളരെ റാപ്പിഡാണ്. അതേപോലെ തന്നെ അതിൻ്റെ ലോജിക്ക് വളരെ ക്ലിയർ ആണ്. നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദി പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ വേറെ ഒരു ഫംഗ്ഷൻ്റെ റൂട്ടാണ് വേണ്ടതെങ്കിൽ എവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി, ഇവിടെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് എന്നുള്ള ഡിഫൈൻ ചെയ്യുന്നിടത്ത് ഇവിടെ ഈ എക്സിൻ്റെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻഷ്യലിൻ്റെ വാല്യൂ ഇത് രണ്ടെണ്ണം ചേഞ്ച് ചെയ്താൽ, പിന്നെ അക്യുറസി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വൈൽ കണ്ടീഷനിലേക്ക് വന്നിട്ട് അവിടെ ചേഞ്ച് ചെയ്യാം അക്യുറസി എന്നുള്ളത്. സോ വി ക്യാൻ സീ സം റിസൾട്ട്സ്. പിന്നെ എനിക്ക് 1-2 റിസൾട്ട് ഇതിൽ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് തന്നെ നോക്കാം. ഫസ്റ്റ് ഈ ഒരു റിസൾട്ട് നമ്മൾ മാനുവലായി ചെയ്ത ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെ പ്രോഗ്രാമിൽ വരുമെന്നുള്ളത്. സോ ആ പ്രോഗ്രാമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ പ്രോഗ്രാം കാണുന്നുണ്ടല്ലോ അല്ലേ. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ വേണമെന്നില്ല ഇവിടെ. ഇപ്പോൾ ഡിഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റിട്ടേൺ എക്സ് ക്യൂബ് മൈനസ് 10x² മൈനസ് 25x പ്ലസ് 250. നിങ്ങൾ സ്ക്രീനിൽ പ്രോഗ്രാം കാണുന്നുണ്ടോ? ഓക്കെ. അടുത്തതായിട്ട് ഡിഫ് f1 ഓഫ് എക്സ്. f1 ഓഫ് എക്സ് നമ്മൾ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ കമൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹാഷ് ഇട്ടതിന് ശേഷം വന്നാൽ പിന്നെ ഹാഷ് പൈത്തൺ റീഡ് ചെയ്യും. കമൻറ്റ് എന്ന രീതിയിൽ കണ്ടാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും പൈത്തൺ റീഡ് ചെയ്യില്ല ആ ലൈനിൽ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്നോ എന്തും നിങ്ങൾക്ക് എഴുതാം. ഫംഗ്ഷൻ ടു ബി ഡിഫൈൻഡ് അതൊന്നും പൈത്തൺ എന്തെങ്കിലും റീഡ് ചെയ്യില്ല. ഹാഷ് വന്നാൽ പിന്നെ ബാക്കിയെല്ലാം കമൻ്റ് ആണ്. ഡിഫ് f1 ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ റിട്ടേൺ 3x² മൈനസ് 20x മൈനസ് 25. x is equal to float input, enter an integer initial guess. എന്നിട്ട് enter an initial guess, then full colon അവിടെ പൈത്തൺ നിൽക്കും. നമ്മൾ എൻ്റർ ചെയ്യേണ്ടി വരും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പാസ് ചെയ്യുള്ളൂ. h is equal to while absolute. അപ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. അത് തന്നെ അതേ പ്രോഗ്രാം തന്നെയാണ് PDF കണ്ട പ്രോഗ്രാം. സോ ഐ ആം റണ്ണിങ് ദിസ് വൺ. റൺ മൊഡ്യൂൾ
ചോയ്സ് മസ്റ്റ് ബി സേവ്ഡ്, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ വന്നു. നമ്മൾ ഔട്ട്പുട്ട് വിൻഡോയിൽ എൻ്റർ ആൻഡ് ഇനീഷ്യൽ ഗസ് നമ്മളെ പ്രോഗ്രാമിൻ്റെ ഇത് കൂടെ വിൻഡോ കൂടെ കാണുന്ന രീതിയിൽ വെക്കാം. ഓക്കെ, എൻ്റർ ആൻഡ് ഇനീഷ്യൽ ഗസ് എന്നുള്ളത് ഇപ്പോൾ -2.2 നമ്മൾ കൊടുത്തിരുന്നത്. -2.2. ദ റിസൾട്ട് ഈസ് പ്രിന്റ് എക്സ് എന്ന് പറയുന്ന ഈ പ്രിന്റ് എക്സ് ആണ് ഇവിടെ ഇത്രയും തവണ പ്രിന്റ് ചെയ്യുന്നത്. പല തവണ പ്രിന്റ് ചെയ്ത് വരുന്ന റിസൾട്ട് വരുന്നുണ്ട്. ദിസ് വൺ -9.53. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ. നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇത് കാണാം. നിങ്ങൾക്ക് -9.537, -6.599, -5.304. ഇതേ റിസൾട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. This is -9.537, -6.599, -5.303, -5.014, then -5.0003, then -5.00. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഫംഗ്ഷൻ എന്നുള്ളത് ഈ ഒരു മെത്തേഡ് നമ്മൾ റൂട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ, റൂട്ട് -5 ആണ് ആക്ച്വൽ റൂട്ടിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കൺവേർജൻസ് വളരെ റാപ്പിഡാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ 1 2 3 4 5 4ൽ നിന്ന് 5ലേക്ക് എത്തിയുമ്പോൾ 3 ഡെസിമൽ പ്ലേസിലേക്ക് അത് അക്യുറസി കൂടി. അടുത്തതിലേക്ക് എത്തുമ്പോൾ 4 ഡെസിമൽ പ്ലേസിൽ 5 ഡെസിമൽ പ്ലേസിലേക്ക് അക്യുറസി കൂടിയാണ്. വളരെ പെട്ടെന്ന് കൺവേർജ് ചെയ്യണേ. അതേസമയം ഈ ഒരു കൺവേർജൻസ് നമുക്ക് ബൈസെക്ഷൻ മെത്തേഡിൽ വേണമെങ്കിൽ ഏകദേശം 14-15 തവണ എന്ത് ചെയ്യേണ്ടി വരും, ഇറ്ററേറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് വെരി ഫാസ്റ്റ്, വളരെ ഫാസ്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇത് അപ്രോക്സിമേറ്റ് റൂട്ട് ഈസ് -5.0000 സംതിങ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാം നമുക്കൊന്ന് അതിൻ്റെ ആക്യുറസി കുറച്ചിട്ടൊന്ന് റൺ ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ h is equal to if h is greater than -0. absolute value of h is greater than 0001 ആയിരുന്നു. അതിന് പകരം സേ absolute value of h is greater than 0.01 എന്ന് വെച്ചിട്ട് ഈ പ്രോഗ്രാം റൺ ചെയ്യാണ്. ഞാൻ റണ്ണിങ് ദ പ്രോഗ്രാം ആൻഡ് ഇനീഷ്യൽ ഗസ് ഞാൻ അഗൈൻ -2.2 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇറ്റ് ഈസ് -9.53. ഏകദേശം അതേ സ്റ്റെപ്പ് തന്നെ വരുന്നുണ്ട്. absolute value of h is greater than -0. കാരണം ഇവിടെ എച്ചിൻ്റെ വാല്യൂ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ടാവില്ല. നമുക്ക് നോക്കാം ഒന്നുകൂടെ എന്താ സംഭവിക്കുന്നുള്ളത്. സപ്പോസ് ദിസ് ഈസ് if it is greater than 0.1 എന്ന രീതിയിലാണെങ്കിൽ അപ്പോൾ ഒന്നുകൂടി ആക്യുറസി കുറഞ്ഞ റിസൾട്ട് ഒന്നുകൂടെ കാണാൻ നിങ്ങൾക്ക് -9.53 1 2 3 4 ഇവിടെ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു. ഇവിടെ ഫൈനൽ റിസൾട്ടിൽ നിന്ന് -5.000033 എന്നാണ്. ഇവിടെ -5.0000 കൂടുതൽ സീറോസ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആക്യുറസി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ആക്യുറസി h എന്നുള്ള നമ്മൾ എത്ര കുറച്ചുകൂടെ വലുതാക്കി കൊടുത്താലും റിസൾട്ട് ഒന്നുകൂടെ കറക്റ്റായി വരുന്നുണ്ട്. ബൈസെക്ഷൻ മെത്തേഡ് പോലെയല്ല. എറർ എന്നുള്ളത് വളരെ മിനിമാണ് നമ്മുടെ ഈ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. കാരണം അത് റൂട്ടിന് അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യും. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് ആ PDF നിങ്ങൾ മുമ്പ് ചെയ്തിരുന്നു അതേ ഫംഗ്ഷൻ്റെ തന്നെ സെയിം ഫംഗ്ഷൻ ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ x³ -10x² -25x + 250 with the initial guess 4 and 8. ഇപ്പോൾ ഈ ഫംഗ്ഷന് 3 റൂട്ടാണുള്ളത്, -5, 5 and 10. അപ്പോൾ -5ന് അടുത്തുള്ള ഒരു നമ്പറാണ് നേരത്തെ നമ്മൾ എടുത്തത് -2.2. ഇനി 5ന് അടുത്തുള്ള നമ്പർ 4, 10ന് അടുത്തുള്ള നമ്പർ 8. അതെടുക്കുകയാണെങ്കിൽ ഈ റൂട്ട് നമുക്ക് +5ഉം +10ഉം തന്നിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ ഇതിൻ്റെ ആക്യുറസി എന്നുള്ളത് 0.001 കാണിക്കുകയാണ്. എന്നിട്ട് ഇതിനെ വീണ്ടും റൺ ചെയ്യിക്കുകയാണ്. റൺ മൊഡ്യൂൾ. സോ ഇറ്റ് വിൽ ആസ്ക് ഫോർ ദ ഇനീഷ്യൽ ഗസ്. ഞാൻ 4 എന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ ഇനീഷ്യൽ ഗസ്. സോ ഇറ്റ് വിൽ ഗീവ് 4.9 എന്നെത്തും. ഫസ്റ്റ് അപ്രോക്സിമേഷൻ തന്നെ 4.9ലേക്ക് എത്തി 4ൽ നിന്ന്. പിന്നെ 4.999, then 4.999 സംതിങ്, then the root is 4.99. ഏകദേശം ഒരു 1 2 3 4 5 6 7 8 ഡെസിമൽ പ്ലേസ് ആക്യുറസിയിൽ എന്ത് കിട്ടി, റിസൾട്ട് കിട്ടി. ബിക്കോസ് ആക്ച്വൽ റിസൾട്ട് 5 ആണ് വരുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന്
ആക്യുറസി കൂട്ടുകയാണെങ്കിൽ നമുക്കത് ആൾമോസ്റ്റ് 5 അടുത്തേക്ക് തന്നെ എത്തുന്നുണ്ടാവും ആ റിസൾട്ട് എന്നുള്ളത്. ഇഫ് ഇറ്റ് ഈസ് 4, സോ റിസൾട്ട് ഈസ് 5, ആക്യുറസി കൂടി. ഇനി ഇതിൽ തന്നെ നമുക്ക് ഒന്നുകൂടി 8ൽ റൺ ചെയ്യാം. ഇഫ് യു ആർ ഗിവിംഗ് ദ ഇനീഷ്യൽ ഗെസ് ആർ ആസ് 8, യു ക്യാൻ സീ ഇറ്റ് ഈസ് 8 എന്നുള്ളത് ആദ്യം 19ലേക്ക് എത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കാണാം ദിസ് ഈസ് കാൾഡ് ഓസിലേഷൻ ഓഫ് ദാറ്റ് റൂട്ട്, ഓസിലേഷൻ എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതൊന്ന് നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എങ്ങനെയാണ് ഓസിലേഷൻ വരുന്നതെന്ന് കാണാൻ വേണ്ടി മാത്രം. So this is that one. കാരണം നിങ്ങളിവിടെ 8 എന്നുള്ള കൊടുത്തത് ഇനീഷ്യൽ ഗസ് x0 8. അപ്പോൾ x0 8 എന്നുള്ള പൊസിഷനിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഒരു പ്ലോട്ട് വരയ്ക്കുകയാണ്, ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ഫംഗ്ഷൻ 5ലൂടെ പാസ് ചെയ്യുന്നുണ്ട്, 10ലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ഈ യെല്ലോ കളർ ടാൻജൻറ്റ്, ആ ടാൻജൻറ്റ് ഇങ്ങനെ പോയിട്ട് മീറ്റ് ചെയ്യുന്നത് 19.14ലാണ്. അപ്പോൾ അവിടെയാണ് x1 വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഓസിലേറ്റ് ചെയ്തു. x0 എന്ന് നമ്മൾ കിട്ടേണ്ട റൂട്ടിൻ്റെ ഇടത് ഭാഗത്തുള്ള ഇനീഷ്യൽ വാല്യൂ ഗസ് എന്നുള്ളത് വലത് ഭാഗത്തേക്ക് എത്തി. ദിസ് ഈസ് കാൾഡ് ഓസിലേഷൻ. ചില കേസിൽ ഇങ്ങനെ നടക്കാം. പക്ഷേ x1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് x2, അവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം. ആ ടാൻജൻറ്റ് x2ലെത്തണം, x2 14.63. പിന്നെ അവിടെ ടാൻജൻറ്റ് വരച്ചു, അത് x3, ദെൻ ഇറ്റ് ഈസ് 11.93. ദെൻ അവിടെ ടാൻജൻറ്റ് വരച്ചു, ദെൻ ഇറ്റ് ഈസ് 10 പോയിന്റ് സംതിങ്. പിന്നെ അങ്ങോട്ട് x4 x5 എല്ലാം 10-ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദ കാൾഡ് ഓസിലേഷൻ. അപ്പോൾ ചില കേസിൽ എങ്ങനെ നടക്കാവുന്നതാണ് ഓസിലേഷൻ എന്ന രീതിയിൽ വരാം. അപ്പോൾ അതിൻ്റെ f(x) x വാല്യൂസ് ഒക്കെ നമ്മളിവിടെ നോട്ട് ചെയ്തത്. സോ നമുക്ക് കാണാം ഈ പ്രോഗ്രാം എന്നുള്ളത്, ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ വാല്യൂ മാറ്റി കൊടുത്താൽ അതേ ഇക്വേഷനിൽ നിന്ന് പല റൂട്ടുകൾ കണ്ടെത്താൻ പറ്റും. ഇൻ ജനറൽ നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വാല്യൂ ഏതാണോ അതിനടുത്തുള്ള റൂട്ടാണ് ഈ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് കൺവേർട്ട് ചെയ്യുക. ചില കേസിൽ ഇതുപോലെ ജമ്പിങ് നടക്കാം, അപ്പോൾ വളരെ അകലുള്ള റൂട്ടിലേക്കും അത് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലിമിറ്റേഷൻ. നമുക്ക് എക്സ്പെക്റ്റഡ് റൂട്ടല്ല ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, ചിലപ്പോൾ അതിനപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും റൂട്ടും വരാൻ സാധ്യതയുണ്ട്. സോ ദിസ് ഈസ് കാൾഡ്. ഇനി ഇതിൻ്റെ വർക്ക് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഈ മെത്തേഡ് അടുത്തതെന്ന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് ഈസ് കാൾഡ് ട്രാൻസെൻഡൻ്റൽ ഇക്വേഷൻ x(e⁻x-1) എന്നുള്ളത്. ഇത് വെച്ചിട്ട് ആ പ്രോഗ്രാം വെച്ചിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരണം. നമുക്കവിടെ ഈ ഫംഗ്ഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഇറ്റ് ഈസ് x(e⁻x-) അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രോഗ്രാമിൽ ചേഞ്ച് വരുത്തുന്നത് എന്ത് മാത്രമാണുള്ളത്, അവിടെ x³ എന്നുള്ളതെല്ലാം മാറ്റി നമ്മൾ പുതിയ ഫംഗ്ഷൻ്റെ വാല്യൂ കൊടുക്കണം. വാട്ട് ഈസ് ദ വാല്യൂ? ഇറ്റ് ഈസ് x(e⁻x-1) ആൻഡ് 1+x. അതിൻ്റെ ഡിഫറൻഷ്യൽ 1+x ഇൻറ്റു e⁻x. നിങ്ങൾ മുമ്പ് ചെയ്തത് ആ റിസൾട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഇനീഷ്യൽ ഗസ് എന്നുള്ളത് ഇറ്റ് ഈസ് ഇനീഷ്യൽ ഗസ് 2 ആണ് നിങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും 2 എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അത് 2. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രോഗ്രാം ഇങ്ങനെ തന്നെ റൺ ചെയ്യുമ്പോൾ അത് എറർ വരും. ബിക്കോസ് വൈ? എന്തുകൊണ്ട് എറർ വരും? ഇവിടെ ഞാൻ പുതിയ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, എക്സ്പോണൻഷ്യൽ എക്സ്. ഈ ഫംഗ്ഷൻ എന്താ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഒന്നുകിൽ ഞാൻ ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പൈത്തണിൽ ഡിഫൈൻ ചെയ്ത മൊഡ്യൂൾ ഏതാണോ ആ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. രണ്ടും ചെയ്യാതെ പ്രോഗ്രാം റൺ ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ബി ഓക്കെ. ഇവിടെ പ്രശ്നമൊന്നും വരുന്നില്ല തോന്നുന്നത്. f(x) എന്നുള്ളത് നമ്മൾ ഓക്കെ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ നോക്കാം. ഞാനിപ്പോൾ ഇനീഷ്യൽ ഗസ് കൊടുക്കുകയാണ്, 2 എന്നുള്ളത് കൊടുക്കുകയാണ്. ഇനീഷ്യൽ ഗസ് 2 കൊടുത്തു. നിങ്ങൾക്ക് കാണാം അവിടെ എക്സ്പോണൻഷ്യൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ആദ്യം ഒരു എറർ കാണിക്കാതിരിക്കാൻ കാരണം f(x) എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഉപയോഗിച്ചിട്ടില്ല ഫംഗ്ഷൻ. എവിടെ ഉപയോഗിക്കുള്ളൂ? ഈ എക്സ് വന്ന് നമ്മൾ ചോദിച്ചു എക്സ് എന്താ, അപ്പോൾ ഞാൻ 2 കൊടുത്തു. ദെൻ h=1 വൈൽ ആബ്സല്യൂട്ട് വാല്യൂ എല്ലാം വന്നു. ദെൻ h=f(x) എന്ന് പറയുമ്പോൾ അത് f(x)ലേക്ക് പോകും. അപ്പോൾ അവിടെ നോക്കും x ഇൻറ്റു എക്സ്പോണൻഷ്യൽ എക്സ്. അവിടെ എക്സ്പോണൻഷ്യൽ എക്സ് എന്താണെന്ന് അതിനെ അറിയില്ല, കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എറർ വരും. സോ ദിസ് ഈസ് ദാറ്റ് എറർ, എക്സ്പോണൻഷ്യൽ ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നിങ്ങൾ ട്രാൻസെൻഡൻ്റൽ ആയിട്ടുള്ള ഇൻബിൽറ്റ് സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ
you have to import from math, import star. മാത്തിൽ നിന്ന് എന്ത് ചെയ്യുക, അതെല്ലാം ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എക്സ്പൊണൻഷ്യലേ ഉള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രം മാത്ത് ഇമ്പോർട്ട്സ് എക്സ്പൊണൻഷ്യൽ എന്ന് മാത്രം ഉപയോഗിച്ചാലും മതി. നമുക്കിപ്പോൾ സ്റ്റാർ വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ, എൻ്റെ ഇനീഷ്യൽ കേസ് ഞാൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ റിസൾട്ട് വന്നു, ഇറ്റ് ഈസ് 0.56714 എന്ന് റിസൾട്ട് വന്നു. യുവർ റിസൾട്ട് ഈസ് 0.56714. സോ നിങ്ങൾക്ക് ഇത്രയും ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് എ വർക്ക് ഫോർ യു. ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ചെയ്യാം. ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ഇതുണ്ട്. ദാറ്റ് ഈസ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓർ ക്യൂബ് റൂട്ട് ഓർ nth റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ ഒരു ഇൻറ്റിജറോ ഫ്ലോട്ടിംഗ് പോയിന്റോ ആയിട്ടുള്ള ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് nth റൂട്ട് എല്ലാം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലാബിലുള്ളതാണ്. പൈത്തൺ എക്സ്പെരിമെൻ്റ്, പൈത്തൺ പ്രോഗ്രാമിൽ. സോ ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ we can take a function as f of x is equal to x square minus n is equal to 0. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എൻ എന്നുള്ളൊരു ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ n എന്നുള്ള നമ്പർ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് 3 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ള ഈ ഫംഗ്ഷൻ എപ്പോഴാണ് 0 ആവുന്നുണ്ടാവുക? വെൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3. എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 ആകുമ്പോഴാണ് ഇത് 0 വരുന്നുണ്ടാവുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 3 എന്നുള്ള ഫംഗ്ഷൻ ബൈസെക്ഷൻ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂട്ടൺ റാപ്സൺ വെച്ച് ഏത് മെത്തേഡിലും ഇത് സോൾവ് ചെയ്യാം. ബൈസെക്ഷൻ മെത്തേഡിലോ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലോ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൂട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി റൂട്ട് 3. അപ്പോൾ n എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സോൾവ് ചെയ്താൽ മതി? എക്സ് സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 0 എന്നുള്ള ഫംഗ്ഷൻ സോൾവ് ചെയ്താൽ മതി. അതുപോലെ ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ N എന്ന നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് ക്യൂബ് മൈനസ് n ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫംഗ്ഷൻ സോൾവ് ചെയ്താൽ മതി. അതുപോലെ ഒരു ഇപ്പോൾ 8⁻⁻3 8ൻ്റെ ക്യൂബ് റൂട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 8 ഇസ് ഈക്വൽ ടു 0 ചെയ്യാം. അതുപോലെ ഒരു നമ്പറിൻ്റെ nth സ്ക്വയർ റൂട്ട് അല്ല, സോറി, nth റൂട്ട് ഓഫ് എ നമ്പർ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മതി? എക്സ് റൈസ് ടു n മൈനസ് ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 0 ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N റൈസ് ടു 1/n. ഫോർ എക്സാമ്പിൾ 10 റൈസ് ടു 1/5 ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ് റൈസ് ടു 5 മൈനസ് 10 ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫംഗ്ഷൻ സോൾവ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം. സപ്പോസ് ഈ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ നിങ്ങൾക്ക് സപ്പോസ് യു വാണ്ട് ടു ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 10ൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ സോൾവ് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 10 എന്നുള്ളതാണ് സോൾവ് ചെയ്യേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് 10 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ കൊടുക്കാം. ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 2x എന്ന് വരും. എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ ആവശ്യമില്ല, കാരണം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഫ്രം മാത്ത് വേണ്ട. റൺ മൊഡ്യൂൾ, എൻ്റർ ആൻ ഇനീഷ്യൽ ഗസ്. ഞാനൊരു ഇനീഷ്യൽ ഗസ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനീഷ്യൽ ഗസ് കൊടുക്കുന്നത്? ഇപ്പോൾ 10ൻ്റെ റൂട്ട് നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 3ൻ്റെ അടുത്ത് വരും. 3.something എല്ലാം വരുന്നത്. പിന്നെ ഇനീഷ്യൽ ഗസ് 3 കൊടുത്ത് നോക്കാം. ഇനീഷ്യൽ ഗസ് 3, ദ റിസൾട്ട് ഈസ് 3.16 സംതിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3.16 ഇൻറ്റു 3.16 എന്നുള്ളത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 10.0000 സംതിങ്. ഇനി നമുക്ക് അറിയാവുന്നൊരു വാല്യൂസ് നിങ്ങൾക്ക് 81. സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്നുള്ളത് 9 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ 81 വെച്ചിട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഇനീഷ്യൽ ഗസ് ഞാനിപ്പോൾ 7 കൊടുത്തു, 9 അടുത്തുള്ളൊരു വാല്യൂ. യു ക്യാൻ സി ഇറ്റ് ഈസ് 7, 9.28, ദെൻ 9.00 സംതിങ്. ഇതിപ്പോൾ ആക്യുറസി ഇത്രയും വെച്ചിട്ടാണ്. ആക്യുറസി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. Same taking it as 7. The result is 9 itself. 9 എന്ന് കിട്ടുന്നുണ്ട്. 81. ഇനി നിങ്ങൾക്ക് ക്യൂബ് റൂട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ക്യൂബ് റൂട്ടാണ് വേണ്ടതെങ്കിൽ എന്തെങ്കിലും എക്സ് ക്യൂബ്. ഞാനിപ്പോൾ 27ൻ്റെ ക്യൂബ് റൂട്ട് കാണണം. 27 എന്നുള്ളതിൻ്റെ ക്യൂബ് റൂട്ട് കാണുമ്പോൾ ഇവിടെ എക്സ് ക്യൂബ് കൊടുക്കണം. എക്സ് ക്യൂബ് മൈനസ് 27. ഇവിടെ എന്ത് വരും? ഡിഫറൻഷ്യൽ എന്നുള്ള ഇറ്റ് വിൽ ബി 3x സ്ക്വയർ എന്ന് വരും. 3x സ്ക്വയർ. സോ ഇറ്റ് വിൽ ബി ഇനീഷ്യൽ ഗസ് എന്നുള്ള ഞാനൊരു 5 കൊടുത്ത് ചേർക്കാം. സോ ദ റിസൾട്ട് ഈസ് 3. 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആണ്, ബിക്കോസ് 3 റൈസ് ടു 3 ഈസ് 27. നൗ എക്സ് ക്യൂബ് പ്ലസ് 27 ആണെങ്കിലോ
എക്സ് ക്യൂബ് പ്ലസ് 27 ഇസ് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു -27 എന്ന് വരും. അപ്പോൾ അത് -3 ആണ് അതിൻ്റെ റൂട്ട് വരുന്നത്, അതിൻ്റെ ക്യൂബ് റൂട്ട് വരുന്നുണ്ടാവുക. ഇഫ് ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് 2 എന്നുള്ള ഒരു ഇനീഷ്യൽ ഗസ് കൊടുക്കുകയാണ്. സോ ദ റിസൾട്ട് ഈസ് -3 ബിക്കോസ് -3 റൈസ് ടു 3 എന്നുള്ളത് ഇറ്റ് ഈസ് -27. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇതെന്താണ്, എക്സ് ക്യൂബ് -27 എന്നുള്ളതാണ് ഇത്. എക്സ് ക്യൂബ് -27. അപ്പോൾ -27 എന്നുള്ള നമ്പറിൻ്റെ ക്യൂബ് റൂട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാം. പക്ഷേ സ്ക്വയർ റൂട്ടിൻ്റെ കേസിൽ മൈനസ് വന്നാൽ കാണാൻ പറ്റില്ല, അത് ബിക്കോസ് ഇറ്റ് ഈസ് ഇമാജിനറി, അത് ഇമാജിനറി മാറും. ക്യൂബ് റൂട്ടിൻ്റെ കേസിൽ നെഗറ്റീവ് വന്നാലും നെഗറ്റീവ് ആയിട്ടുള്ള ക്യൂബ് റൂട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ് റൈസ് ടു എൻ, അപ്പോൾ ഇനി ഫിഫ്ത്ത് റൂട്ട് ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫിഫ്ത്ത് റൂട്ട് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ യു ആർ ടേക്കിംഗ് 32. x raised to 5 minus 32 is equal to 0. It means that x is equal to 32 raised to 1/5. അത് 2 ആയിരിക്കും. അപ്പോൾ ഇവിടെയും മാറ്റണം, നിങ്ങൾക്ക് 5 x raised to 4 എന്ന് കൊടുക്കാം. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇതിൻ്റെ റിസൾട്ട് 2 ആണ് വേണ്ടത്, ബിക്കോസ് 2 raised to 5 is equal to 32. ഞാനിവിടെ ഇനീഷ്യൽ ഗസ് വളരെ അകലുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്. ഇനീഷ്യൽ ഗസ് 10 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, എന്നാലും അത് 2ലേക്ക് എത്തുന്നുണ്ട്, ബിക്കോസ് അവർ അക്യുറസി ഈസ് വെരി ഹൈ. അക്യുറസി വളരെ ഹൈ ആണ്. ഞാൻ 001 അക്യുറസി കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി റൺ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ഇറ്റ് ആസ് 32 എന്നുള്ളത്. ഞാൻ ഇനീഷ്യൽ ഗസ് 32 കൊടുത്താലും 0 വരുന്നുണ്ട്. സോ സ്റ്റെപ്പ് കൂടുന്നേ ഉള്ളൂ. 25, 20 എന്തും ചെയ്താലും ഇത് ആൾമോസ്റ്റ് കറക്റ്റ് റിസൾട്ട് തരുന്നുണ്ടാവും. സോ ദിസ് ഈസ് ദി ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, we can find the square root, cube root or nth root of a number. വേണമെങ്കിൽ നിങ്ങൾക്ക് പവർ കാണാം. പവർ കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇഫ് യു ആർ ഫൈൻഡിങ് ദ ക്യൂബ് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ സേ 9ൻ്റെ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നിങ്ങൾ x² - 9 എന്ന് കൊടുക്കും. 9ൻ്റെ പവർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, x raised to 1/2 ദാറ്റ് ഈസ് 0.5 എന്ന് കൊടുക്കാം. 0.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ 0.5 x raised to -0.5 എന്നാവും. nx raised to n - 1 n എന്നുള്ളത് 0.5. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ആ റൺ മൊഡ്യൂൾ. ഐ ആം പുട്ടിംഗ് ദ ഇനീഷ്യൽ ഗസ് ആസ് some 8. ഇറ്റ് ഈസ് 80.99 and something. ദാറ്റ് ഈസ് 81 എന്നുള്ളതാണ്. 9ൻ്റെ സ്ക്വയർ ആയി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്നിന് പകരം 1/n എന്ന് എടുക്കുമ്പോൾ അതിൻ്റെ 1/nth റൂട്ടാണെന്ന് വെച്ചാൽ nth പവറാണത്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് വെരി, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്യൂബ് റൂട്ടാണ് വേണ്ടതെങ്കിൽ x² ഈസ് ഈക്വൽ ടു 2x എന്ന് കൊടുക്കാം. സ്ക്വയർ റൂട്ടാണ്, 9ൻ്റെ സ്ക്വയർ റൂട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, എൻ്റർ ആൻ ഇനീഷ്യൽ സ്ക്വയർ റൂട്ട് എന്നൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇത് അപ്രോക്സിമേറ്റ് സ്ക്വയർ റൂട്ട് എന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ, അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഇൻറ്ററാക്റ്റീവായിട്ട്. സോ ഇത്രയുമാണ് പൈത്തൺ